ഡിയേഴ്സ്, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമുക്ക് സൈക്കോളജി മാർച്ച് 2023 ഇപ്പോഴേ ഈ കഴിഞ്ഞ സൈക്കോളജി എക്സാം നമ്മുടെ കേട്ടിട്ട് കാറ്റഗറി 4 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൻ്റെ ആൻസേഴ്സും അതുപോലെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് പലതും ആൻസേഴ്സ് കാണുമ്പോൾ ഡൗട്ട് വന്നിട്ടുണ്ടാകും, ഇതെങ്ങനെയാണ് ഈ ആൻസർ ആയി പോയത് എന്നുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, കാറ്റഗറി 4 കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് പുതിയതാണ് അല്ലേ. ഈ TTC B.Ed ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർ ആൾറെഡി പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റാണത്. പക്ഷെ നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം പ്രധാനമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് എന്താണ്, നമ്മുടെ ബ്രൂണറുടെയും പിയാഷെയുടെയും ഒക്കെ ആ പ്രിൻസിപ്പിൾസ്, ആ സിദ്ധാന്തങ്ങളും തത്വങ്ങളും തിയറീസുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്തായാലും നോക്കണം. അതുപോലെ അപ്ലിക്കേഷണൽ ലെവൽ പൊതുവേ ഇപ്രാവശ്യത്തതിൽ അതായത് പൊതുവേ എല്ലാ കാറ്റഗറിയിലും അപ്ലിക്കേഷണൽ ലെവൽ ക്വസ്റ്റ്യൻസ് ഇത്തവണ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും ഇത്തവണ വന്നിട്ടില്ല. ഓക്കെ, അതുപോലെ ചെറുതായിട്ടൊരു പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസവും വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ PSC പാറ്റേൺ നിങ്ങൾക്കറിയാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചേഞ്ച് സ്വാഭാവികമായിട്ടും കേട്ടറ്റിലും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കേട്ടറ്റ് എന്ന് പറഞ്ഞത് PSCയിലോട്ടുള്ള ആദ്യത്തെ ചവിട്ടുപടി ആയിട്ട് തന്നെ നിങ്ങൾ വിചാരിക്കുക. ഇപ്പം കേട്ടറ്റ് ഇല്ലാണ്ട് നമുക്ക് PSC കിട്ടത്തില്ല, അതായത് PSCക്ക് അപ്ലൈ ചെയ്യാൻ പോലും കഴിയത്തില്ല. അതുകൊണ്ട് ഇതിൽ ഫോം മാറിയാലേ നമ്മൾ PSCയിലും ഫോം മാറ്റി നമുക്ക് ചെയ്യാൻ പ്രാപ്തരാവുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സാമൂഹിക ബന്ധങ്ങളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? സോ നമുക്ക് സൈക്കോളജിയിൽ ഫസ്റ്റ് ആദ്യമായിട്ട് തന്നെ കുറച്ച് മനഃശാസ്ത്ര ഉപാധികൾ പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസസ്സിങ് ദ സോഷ്യൽ റിലേഷൻഷിപ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കാം. എ, ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റ്യനേഴ്സ്. നമുക്കറിയാം ചോദ്യങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അത് ചോദിക്കുക, അത്തരത്തിൽ അതിൻ്റെ ആൻസർ ചെയ്ത് അങ്ങനത്തെ രീതിയാണ് ചോദ്യാവലി. അടുത്തത് B ആണ് ഇൻ്റർവ്യൂ. നമുക്കറിയാം ഇൻ്റർവ്യൂ, ഇതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ചോദ്യാവലി അല്ലേ. ഇൻ്റർവ്യൂ ചോദിക്കണമെങ്കിൽ നമ്മൾ ആൾറെഡി കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാക്കും, എന്നിട്ടാണ് നമ്മൾ ഒരാളുണ്ടാകും, അഭിമുഖം ചെയ്യുവാനായിട്ടൊരാളുണ്ടാകും, ആൻസർ ചെയ്യാനായിട്ട് ഒരാളും ഉണ്ടാകും. ഓക്കെ, അത്തരത്തിൽ നമ്മൾ നടത്തുന്നതാണ് ഇൻ്റർവ്യൂ. ദെൻ C, സോഷ്യോമെട്രി ആൻഡ് D, നിരീക്ഷണം, ഒബ്സർവേഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് സോഷ്യോമെട്രിയാണ്. ഇനി ഇതിൽ നിരീക്ഷണം, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിരീക്ഷണം എന്നുള്ള ഒബ്സർവേഷൻ എന്നുള്ള സംഭവം എന്താണ്, ഒരാളെ ഒരു അധ്യാപികയുടെ കേസാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ എന്താണ് തുടർച്ചയായിട്ട് നിരീക്ഷിക്കുക. സോ നിരീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ആകാം. ഒന്നെങ്കിൽ കുട്ടിയെ അറിഞ്ഞുകൊണ്ടിട്ട് നിരീക്ഷിക്കാം, കുട്ടിയെ ഒരു സിറ്റുവേഷനിൽ ഇട്ട് കൊടുത്തിട്ട് അധ്യാപിക നിരീക്ഷിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ്സിൽ കുട്ടിയെ കുട്ടിയെ അറിയാണ്ട് തന്നെ അധ്യാപികക്ക് നിരീക്ഷണം നടത്താം. ഓക്കെ, സോ അടുത്തത് വരുന്നതാണ് സോഷ്യോമെട്രി. അപ്പോൾ സോഷ്യോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് സ്റ്റാർ. ഓക്കെ, അതായത് നമ്മൾ സോഷ്യോമെട്രി നടത്താനും വേണ്ടിയിട്ട് ഒന്നുമില്ല, നമ്മൾ ക്ലാസ്സിൽ 3 ആൾക്കാരെ കണ്ടെത്താനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ അതിലൊരാളാണ് സ്റ്റാർ, രണ്ടാമത്തെ ആളാണ് ഐസൊലേറ്റഡ്, മൂന്നാമത്തെ ആളാണ് ക്ലിക്ക്. ഓക്കെ, അപ്പം ഒരു ക്ലാസ്സിൽ ഇപ്പം എല്ലാവർക്കും ഗ്രൂപ്പ് ആവാനും വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാകും. ഒരു പക്ഷേ അയാളായിരിക്കും എല്ലതും എഴുതി കൊണ്ടുവരാം. അപ്പം അത്തരത്തിൽ ഒരാളെ എല്ലാവരും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അയാളാണ് സ്റ്റാർ. പേര് തന്നെ ഉണ്ടല്ലോ, അയാൾ സ്റ്റാറാണ് ക്ലാസ്സിലെ. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പരിഗണിക്കാത്തവരെ ഐസൊലേറ്റഡ് എന്ന് പറയും. ആരും ഒന്നിലും മറ്റുള്ളവരുമായി അവരും കൂടി ചേരാറുണ്ടാവത്തില്ല. ബാക്കിയുള്ള കുട്ടികൾക്കും അവരുമായിട്ട് ബന്ധപ്പെടാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടാനോ ഒന്നും ഇഷ്ടമില്ലാണ്ട് നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ഐസൊലേറ്റഡ് എന്ന് പറയാം. ഓക്കെ, ഐസൊലേഷൻ, ഏകാന്തത, അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. ദെൻ പരസ്പരം തിരഞ്ഞെടുക്കുന്നവർ, അതായത് ചിലപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ടാകും, അതായത് 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുക്കും. അതിപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും. സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, എല്ലാ കുട്ടികളും ഈ സ്റ്റാറിനെയാണ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ ആളാണ് ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്, ആരും തിരഞ്ഞെടുക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ വിഭാഗം. ദെൻ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിനെ ABC എന്നിട്ടൊന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, A, B ആണ് സെലക്ട് ചെയ്തത്.
ബി സി എ ആണ് സെലക്ട് ചെയ്തത്, സി എ ആണ് സെലക്ട് ചെയ്തത്. അതാണ് ക്ലിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സെലക്ട് ചെയ്ത് അവർ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സോഷ്യോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ പേര് തന്നെ ഉണ്ടല്ലോ, സോഷ്യലൈസേഷൻ എങ്ങനെയുണ്ട്, സാമൂഹ്യ ബന്ധങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കുവാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോഷ്യോമെട്രി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അഞ്ജലി സ്കൂൾ പ്രവർത്തനങ്ങളിൽ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. മനോസാമൂഹ്യ വികാസ സിദ്ധാന്തവുമായി അവൾ ഏതു പ്രകൃതക്കാരിയാണ്? ഓക്കെ, സോ മനോസാമൂഹ്യ വികാസവും അറിയണം, അത് വെച്ചിട്ട് ഒരു അപ്ലിക്കേഷണൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. സോ Anjali, a primary school student, actively engages in school activities and enjoys learning. According to psychosocial development theory, she possesses എന്താണ്? എ ലജ്ജ അല്ലെങ്കിൽ ഷെയിം, ബി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഓട്ടോണമി, സി ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഇൻഡസ്ട്രി, ആൻഡ് ഡി സ്വാവബോധം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി. ഓക്കെ, കുട്ടി നല്ല ആക്റ്റീവാണ്, എല്ലാ പ്രവർത്തനത്തിലും പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആൻസർ ഊർജ്ജസ്വലത. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് വികാസ പ്രമാണമാണ് അധ്യാപനത്തിലെ ആഗമന രീതിയുടെ അടിസ്ഥാനമായിട്ടുള്ളത്? കണ്ടോ, ചോദ്യത്തിൻ്റെ പാറ്റേൺ മാറി. എന്താണ്? ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്കറിയണം. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികാസ പ്രമാണം ഏതൊക്കെയാണെന്ന് നമുക്കറിയണം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആഗമന രീതി എന്താണ്, നിഗമന രീതി എന്താണെന്നൊക്കെ അറിയണം. അപ്പം ആഗമന രീതി ഈ വികാസ പ്രമാണത്തിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. പാറ്റേൺ മാറുന്നത് കണ്ടല്ലോ. അപ്പം ഈ കുട്ടിക്ക് നമ്മളുടെ അറിവ് രണ്ടിലും ഉണ്ടോ എന്ന് പരീക്ഷിക്കാനും വേണ്ടിയിട്ട് ഇവർ ഒറ്റ ക്വസ്റ്റ്യനാണ് ഇട്ടത്. ഓക്കെ, സോ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് നോക്കാം. Which of the following principles of development forms the basis of inductive approach in teaching? ഓക്കെ, ഇനി ഓപ്ഷൻസ്. ഒന്ന് വ്യക്തി വ്യത്യാസം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ബി സെഫാലോകോർഡൽ, ആൻഡ് സി പ്രോക്സിമോ ഡിസ്റ്റൽ, ഡി പരസ്പര ബന്ധം. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്ഷൻ വരുന്നത്. നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് പ്രോക്സിമോ ഡിസ്റ്റൽ ആണ്. ഇനി എന്താണ് ആഗമന രീതി എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. സോ ആഗമന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനേകം ഉദാഹരണങ്ങളിൽ കൂടി ഒരു പൊതുതത്വം രൂപപ്പെടുത്തുന്ന രീതിയാണ് ആഗമന രീതി. ഓക്കെ, കുറേ ഉദാഹരണങ്ങൾ പറയും. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ഉത്തരം എനിക്ക് 6 കിട്ടണം എന്ന് പറഞ്ഞു. അധ്യാപിക ക്ലാസ്സിൽ പറഞ്ഞു. എങ്ങനെ കിട്ടാന്നുള്ളത് കുട്ടികൾക്ക് തീരുമാനിക്കാം. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാലോ. 2+4 എഴുതാം, 3+3 എഴുതാം, 2 × 3 എഴുതാം. ഇത്തരത്തിൽ എത്രയോ എന്തുണ്ടാക്കാം, വഴികളിലൂടെ കുട്ടികൾക്ക് 6 എന്നുള്ള ആൻസറിലോട്ട് എത്തിച്ചെല്ലാം. അത്തരത്തിലുള്ള രീതിയാണ് ആഗമന രീതി. ഓക്കെ, അപ്പോൾ ഇനി നിഗമന രീതി നോക്കാം. നിഗമന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊതു തത്വത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ a+b all square equal to നമുക്കറിയാം a² + 2ab + b² അല്ലയോ? അപ്പോൾ ഇനി ടീച്ചർ പൊതുതത്വം നമുക്ക് ഇതാണെന്ന് ടീച്ചർ തന്നു. ഇനി ടീച്ചർ നമ്മളോട് കാണാൻ പറയാണ് 2+3 all square = എന്താണ്? ഇത്തരത്തിലുള്ളതാണ് നിഗമന രീതി. അതായത് ഒരു പൊതുതത്വം ആൾറെഡി ഉണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യാം, കുറേ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ നിഗമന രീതി. ഓക്കെ, സോ ആഗമന രീതി എന്താണ്, നിഗമന രീതി എന്താണെന്ന് ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആഗമന രീതി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ വികാസ പ്രമാണങ്ങളുമായിട്ട് ഏതാണ് ആഗമന രീതിയോട് ഒത്തുപോകുന്നത് എന്നാണ്. സോ ആദ്യത്തേത് വ്യക്തി വ്യത്യാസം പാലിക്കുന്നു. അതൊരു വികാസ പ്രമാണമാണ്. ഓരോ വ്യക്തിയിലും വികാസം നടക്കുന്നത് ഓരോ രീതിക്കാണ്. ഓക്കെ, അത് വെച്ച് ആഗമന രീതി ഓരോ രീതിയിലും ഓരോ കുട്ടികളിലും ഓരോ രീതിക്കാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതല്ല. ദെൻ സെഫാലോകോർഡൽ എന്ന് പറഞ്ഞാൽ തല മുതൽ പാദം വരെയാണ് നടക്കുന്നത് എന്നുള്ളൊരു തിയറിയാണ്, ഒരു വികാസ പ്രമാണമാണ് സെഫാലോകോർഡൽ എന്നുള്ളത്. അപ്പോൾ അതും നമുക്ക് ആഗമന രീതിയായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കത്തില്ല. അടുത്തത് വരുന്നതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ. പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ നിന്നും വശങ്ങളിലോട്ട് എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയഭാഗങ്ങൾ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട അവയവങ്ങൾ,
ഓക്കെ, അതുണ്ടായി കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിരൽത്തുമ്പിൻ്റെയൊക്കെ വികാസം നടക്കുന്നത്. അതാണ് നമ്മുടെ പ്രോക്സിമോ ഡിസ്റ്റൽ എന്നുള്ള ആ വേർഡ്. ദെൻ ലാസ്റ്റ് പരസ്പര ബന്ധം, ഇന്റർ റിലേഷൻ ഉണ്ട്, അതും ഇതുമായിട്ട് ബന്ധമില്ല. സോ ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ആഗമന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കുറേ ഉദാഹരണങ്ങളിൽ നിന്ന് എന്താണ് ഒരു പൊതു തത്വത്തിലോട്ട് എത്തിപ്പെടാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ പ്രോക്സിമോ ഡിസ്റ്റൽ എന്നുള്ള ആൻസർ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, കളികളിലൂടെ പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്ന അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് എന്ത് അഭിപ്രേരണയാണ് എന്നാണ് കേട്ടോ. ഒരു എ ടീച്ചർ യൂസസ് ഗെയിംസ് ആൻഡ് പ്ലേസ് ആൻഡ് ട്രൈസ് ടു മേക്ക് ഹിസ് ലെസൺസ് മോർ ഇൻട്രസ്റ്റിംഗ് ടു സ്റ്റുഡൻസ്. ഹിയർ ദ ടീച്ചർ ഈസ് യൂസിങ് ഓപ്ഷൻ എ ആന്തരിക പ്രേരണ, ഓപ്ഷൻ ബി ബാഹ്യ പ്രേരണ, ഓപ്ഷൻ സി ആന്തരിക പ്രേരണയും ബാഹ്യ പ്രേരണയും, ഓപ്ഷൻ ഡി ആന്തരിക പ്രേരണയോ ബാഹ്യ പ്രേരണയോ അല്ല. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്, ആന്തരിക പ്രേരണ എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആന്തരിക പ്രേരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് സ്വന്തം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മോട്ടീവ് വരിക, ഒരു പ്രേരണ വരിക പഠിക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ അധ്യാപകൻ എന്താ ചെയ്യുന്നത്, കുട്ടികളെ കളികളിലൂടെ പഠിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ അതായത് കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യം ഉണ്ടാക്കുകയാണ് ഇവിടെ അധ്യാപകൻ ചെയ്യുന്നത്. സോ കുട്ടികളിൽ ആന്തരിക അഭിപ്രായം, അവർക്ക് തന്നെ പഠിക്കണം എന്നുള്ളൊരു ബോധം വരാനും വേണ്ടിയിട്ട് അധ്യാപകന് കളിയും പഠനവും കൂടെ മിക്സ് ചെയ്യാണ്. സോ ഇവിടെ അധ്യാപകൻ ആന്തരിക പ്രേരണയാണ് നടത്താനായിട്ട് ശ്രമിക്കുന്നത്. ബാഹ്യാഭിപ്രേരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ നേരെ മറിച്ച് അധ്യാപകൻ പറയാണ്, ഈ പ്രവർത്തനം ചെയ്യുന്ന കുട്ടിക്ക് ഞാനൊരു മിഠായി തരും, അല്ലെങ്കിൽ ഞാൻ ഈ ചോക്ക് തരും എന്നൊക്കെ നമ്മൾ സാധാ LP ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചോക്ക് കിട്ടാനും വേണ്ടിയിട്ട് കുട്ടി ആ പ്രവർത്തനം എഴുതി തീർക്കുന്നു. അപ്പോൾ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു പ്രേരണ വഴി കുട്ടി ഒരു പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാഹ്യ പ്രേരണ എന്ന് പറയുന്നത്. സോ ഇവിടെ ആന്തരിക പ്രേരണയാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കുട്ടികളുടെ പ്രകടനം അല്ലെങ്കിൽ പെർഫോമൻസ് വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓക്കെ, സോ ഉപകരണമാണ് ചോദിച്ചത്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പെർഫോമൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, പെർഫോമൻസ് വിലയിരുത്താനാണെന്നുള്ളത് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്, പോർട്ട്ഫോളിയോ, റുബ്രിക്സ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് റുബ്രിക്സ് ആണ്. റുബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് അളക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ, മാറിപ്പോവരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്യാപകർ ഉണ്ടാക്കുന്നതാണ്. സോ റുബ്രിക്സ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരാം. ഓക്കെ, അടുത്തത്, കുട്ടികളുടെ പ്രകടനം വിലയിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം കുട്ടികളെ അറിയിക്കേണ്ടതാണ്. മനഃശാസ്ത്രപരമായ ഇതിൻ്റെ സാധൂകരണം ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയതാണ്? ഓക്കെ, Question, immediate feedback should be given as part of assessment of student performance. Which law is used to substantiate this psychologically? So option A, അസോസിയേഷൻ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ ബി സന്നദ്ധത നിയമം ലോ ഓഫ് റെഡിനെസ്, ഓപ്ഷൻ സി പ്രവർത്തന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ്, ഓപ്ഷൻ ഡി ഫലപ്രാപ്തി നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഫലപ്രാപ്തി നിയമം ലോ ഓഫ് എഫക്റ്റ്. അതായത് ക്ലാസ്സിൽ ഇപ്പോൾ ഒരു പ്രവർത്തനം ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഒരു സമ്മാനമോ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനോ തലയോടലോ ഒക്കെ അപ്പോൾ തന്നെ നൽകണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാണ്, ക്ലാസ്സിലൊരു പ്രവർത്തനം നൽകി അധ്യാപകൻ. ഓക്കെ, ഈ പ്രവർത്തനം ആദ്യം ചെയ്തു വരുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാണ്, അധ്യാപകൻ ഒരു പെന്ന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. സോ ബാക്കി അടുത്തൊരു പ്രവർത്തനം കൊടുക്കുമ്പം വേറൊരു കുട്ടിയുടെ മനസ്സിൽ എന്തുണ്ടാകും, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് തന്നെ അടുത്ത പെന്നും നേടണം എന്നുള്ളൊരു ത്വര ഉണ്ടാകും. സോ അതാണ് നമ്മുടെ ഫലപ്രാപ്തി നിയമം വഴി പറയുന്നത്. ഓക്കെ, ഇനി അസോസിയേഷൻ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിസ്റ്റോട്ടിൽ കുറേ മുന്നേ വന്നിട്ടുള്ളതാണ്, അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ്. ഒന്നുമില്ല, ആവർത്തനം, ശ്രദ്ധ, ആനന്ദം, ദുഃഖം, സാമ്യത, ഇതൊക്കെ ഒന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള ഒരു നിയമമാണ്. ഇത് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് സന്നദ്ധതാ നിയമം. സന്നദ്ധതാ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടീച്ചേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ്. ഒന്നുമില്ല, കുട്ടി റെഡി ആയിരിക്കുമ്പോൾ, ലോ ഓഫ് റെഡിനെസ് എന്നാണല്ലോ, കുട്ടി റെഡി ആയിരിക്കുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കുക. ഓക്കെ, അതാണ് ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അത് ചെയ്യുക. ഓക്കെ, അതാണ് ലോ ഓഫ് റെഡിനെസ് അല്ലെങ്കിൽ സന്നദ്ധനായിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക.
ഓക്കെ, അടുത്തത് പ്രവർത്തന നിയമം. പ്രവർത്തന നിയമം എന്ന് പറഞ്ഞാൽ അഭ്യാസം കൊണ്ട് നൈപുണികൾ വികസിക്കുമെന്നും അഭ്യസിക്കാതിരുന്നാൽ നൈപുണികൾ ക്ഷയിക്കുമെന്നും ഈ നിയമം പ്രസ്താവിക്കുന്നു. ഒന്നുമില്ല, നമ്മുടെ ഗുണന പട്ടിക ആലോചിക്കുക. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരിക്കുമ്പോൾ അതിങ്ങനെ നമുക്ക് കുറേ പ്രവർത്തനങ്ങളിലും ക്രിയകൾ ചെയ്യാനൊക്കെ ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ചിലപ്പം നിങ്ങളുടെയൊക്കെ മാത്സ് അധ്യാപകൻ വന്നിട്ട് നേരെ ചോദിക്കും 5ന്റെ ഗുണന പട്ടിക പറ. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിലത് എന്താ പറയുക സ്ഥിരമായി പോകും. നേരെ മറിച്ച് അത് ഉപയോഗിക്കാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മുടെ ആ SR ബന്ധം എന്താ പറയുക ശക്തി കുറഞ്ഞു പോകുന്നുള്ളൊരു നിയമമാണ് പ്രവർത്തന നിയമം. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ SR ബന്ധം നന്നായിട്ട് നിലനിന്നു പോകും. അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാത്ത പക്ഷം ആ SR ബന്ധം കുറഞ്ഞു പോകും. ഓക്കെ, അതാണ് പ്രവർത്തന നിയമം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഫലപ്രാപ്തി നിയമം. അതായത് SR ബന്ധങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നതും ദുർബലപ്പെടുത്തുന്നതും അവയുടെ അനന്തരഫലങ്ങളെ ആശ്രയിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഇപ്പം ക്ലാസ്സിൽ അധ്യാപകൻ നേരത്തെ പറഞ്ഞു ഒരു വർക്ക് കൊടുത്തു, ഈ വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് പെന്ന് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞു. അപ്പം എല്ലാ കുട്ടികളും സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനം ചെയ്യും അല്ലേ, പെന്ന് കിട്ടാനും വേണ്ടിയിട്ട്. അത്തരത്തിൽ കുട്ടികളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാ കുട്ടികളും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കുട്ടിക്ക് സമ്മാനം എന്നല്ലേ പറഞ്ഞ അധ്യാപകൻ. പക്ഷേ അധ്യാപകൻ പറഞ്ഞു ഞാൻ തരാം, അടുത്ത ക്ലാസ്സിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്, ഈ ഫസ്റ്റ് ചെയ്തു വന്ന കുട്ടി എന്താണ് ഒരു SR ബന്ധം കുറച്ചൊന്ന് കുറഞ്ഞു പോയി അല്ലേ. നേരെ മറിച്ച് അപ്പോൾ തന്നെ അധ്യാപകൻ ആ സമ്മാനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കുട്ടിയും സന്തുഷ്ടനാകും, SR ബന്ധവും ദൃഢപ്പെടും. ഓക്കെ, അതാണ് ഫലപ്രാപ്തി നിയമം. നമ്മൾ എങ്ങനെയാണോ ഒരു SR ബന്ധം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. അബ്രഹാം മാസ്ലോയുടെ പ്രബലന സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ന്യൂനതാപരമായ ആവശ്യമേത്, ഏറ്റവും ലോവർ ആയിട്ടുള്ള ആവശ്യമേത് എന്നാണ് ക്വസ്റ്റ്യൻ. So which of the following represent the deficiency need based on the theory of motivation proposed by Abraham Maslow? അപ്പോൾ നമുക്ക് അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി അറിയണം. സോ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ A സുരക്ഷിതത്വം അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്, B വൈജ്ഞാനിക ആവശ്യം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് നീഡ്, ഓപ്ഷൻ C ആത്മസാക്ഷാത്കാരം സെൽഫ് ആക്ച്വലൈസേഷൻ, ഓപ്ഷൻ D സൗന്ദര്യാത്മക ആവശ്യം അല്ലെങ്കിൽ ആസ്തറ്റിക് നീഡ്. സോ അറിയുന്ന ഒരാളാണെങ്കിൽ ഇതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞത് ഏറ്റവും ടോപ്പിൽ വരുന്നതാണ്, അപ്പം അതല്ല എന്ന് ഉറപ്പാണ്. പിന്നെ വൈജ്ഞാനിക ആവശ്യം കൊഗ്നിറ്റീവ് നീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നീഡ് നമ്മുടെ മാസ്ലോയുടെ ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പം അതും അല്ല എന്നറിയാം. സോ കറക്റ്റ് ആൻസർ വരുന്നത് സുരക്ഷിതത്വമാണ്. ഇനി നമുക്ക് പിരമിഡ് ഒന്ന് നോക്കാം. നമുക്കറിയാം ആദ്യം ഫിസിയോളജിക്കൽ നീഡാണ് വരുന്നത്, ദെൻ സേഫ്റ്റി നീഡ്സ് ആണ്, ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ഓപ്ഷനിലില്ല അല്ലേ. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞത് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നേനെ ഏറ്റവും ന്യൂനതാപരമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് വരാം. ഓക്കെ, ആവശ്യം എന്ന് പറഞ്ഞിട്ട് വരാം. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ സേഫ്റ്റി നീഡ് ആയതുകൊണ്ടാണ് അതാണ് ഏറ്റവും ലോവറായിട്ട് കിടക്കുന്നത്. ഓപ്ഷൻ തന്നതിൽ നോക്കണം കേട്ടോ. ഓപ്ഷൻ തന്നതിൽ ഏറ്റവും താഴെ കിടക്കുന്നത് നമ്മുടെ സേഫ്റ്റി നീഡ്സ് ആണ് അല്ലേ, സുരക്ഷിതത്വം. സോ അതുകൊണ്ടാണ് അത് ആൻസർ ആയിട്ട് വന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു അധ്യാപകൻ ഋണാത്മക ചോദകങ്ങൾ ഒഴിവാക്കുന്നു. ഇവിടെ അധ്യാപകൻ പ്രയോജനപ്പെടുത്തുന്നത് എന്താണ്? So a teacher avoids negative stimulus for strengthening the desirable behaviors of students. Here the teacher is using option A ധനാത്മക പ്രബലനം, option B ഋണാത്മക പ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ സി ധനാത്മക പ്രബലനവും ഋണാത്മക പ്രബലനവും, ഓപ്ഷൻ ഡി ധനാത്മക പ്രബലനമോ ഋണാത്മക പ്രബലനമോ അല്ല. ഓക്കെ, സോ ഋണാത്മക പ്രബലനമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി എന്താണ് ധനാത്മക പ്രബലനം? ഒരു വ്യവഹാരത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തൃപ്തികരമായൊരു ചോദകം നൽകുന്നതാണ് എന്ത്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ധനാത്മക പ്രബലനം. ഒന്നുമില്ല, ധനാത്മക പ്രബലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി ഒരു പ്രവർത്തനം ചെയ്തു വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുക അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക, അതാണ് ധനാത്മക പ്രബലനം. ഓക്കെ, അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യും, ആ നേരത്തെ ചെയ്തിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ആ അധ്യാപകന് ഇനി തരുന്ന വർക്കൊക്കെ ചെയ്യാനുള്ളൊരു ഇഷ്ടം കൂടുതലായിരിക്കും
ഓക്കെ, അപ്പൊ അതാണ് ധനാത്മക പ്രബലനത്തിൽ വരുന്നത്. ഇനി ഋണാത്മക പ്രബലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൃപ്തികരമായ ഒരു ചോദകം കുറെ നേരത്തേക്ക് തടഞ്ഞു വെക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് ഒരു പ്രതികരണം ആവർത്തിക്കാൻ സഹായകമാകുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഋണാത്മക പ്രബലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അടിച്ചാൽ ആ കുട്ടിക്ക് എന്താ പറയുക, ആ അധ്യാപകനോട് അല്ലെങ്കിൽ പിന്നീട് ആ പ്രവർത്തനം ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. അതല്ല ഋണാത്മക പ്രബലനം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, അല്ലെങ്കിൽ എപ്പോഴും തെറ്റിദ്ധാരണയായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു സാധനമാണിത്. ഋണാത്മക പ്രബലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ ഈ കുട്ടിക്ക് ജനലിൻ്റെ അടുത്ത് നിന്ന് നല്ല വായുസഞ്ചാരമൊക്കെ ഉള്ള ഒരു ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്. കുട്ടി ജനലിൻ്റെ ചാരിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഉച്ച സമയമാണ്. അപ്പോൾ എന്താണ്, ഭയങ്കരമായിട്ട് വെയിൽ പുറത്തു വന്ന് ഇങ്ങോട്ടേക്ക് കുട്ടിയുടെ പുസ്തകത്തിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, പുസ്തകത്തിലൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യാണ്, അവിടുത്തെ കർട്ടന് നീക്കി വെച്ചു. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് സുഖമായിട്ട് വായിക്കാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്, ആ ശക്തമായിട്ടുള്ള വെയിൽ ആണ് അവിടുത്തെ ഋണാത്മക പ്രബലനം. ഓക്കെ, അതാണ് അതൃപ്തികരമായ ഒരു ചോദകം കുറേ നേരത്തേക്ക് തടഞ്ഞു വെക്കുക. അപ്പോൾ കുട്ടി കർട്ടൻ ഇട്ടത് വഴി എന്ത് ചെയ്തു, ആ വെയിൽ പോയി അല്ലേ. അപ്പം അതാണ് ഇവിടെ ഋണാത്മക പ്രബലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്, അധ്യാപകൻ അഭിലഷണീയമായ മാറ്റങ്ങൾക്ക് വേണ്ടി അല്ലെ, നല്ലൊരു മാറ്റത്തിനു വേണ്ടിയിട്ട് ഒരു അധ്യാപകന് ഋണാത്മക ചോദകങ്ങൾ ഒഴിവാക്കുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അധ്യാപകനാണ് ആ കർട്ടൻ ഇടുന്നത് എന്ന് വെക്കാം അല്ലേ. അപ്പം ഈ കുട്ടിക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അധ്യാപകൻ എന്ത് ചെയ്തു, ആ കർട്ടൻ അങ്ങ് നീക്കി വെച്ചു. അപ്പം ഇവിടെ അധ്യാപകൻ പ്രയോജനപ്പെടുത്തുന്നത് എന്താണ്, ഋണാത്മക പ്രബലനമാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തോടൊപ്പം കുറിപ്പെഴുതി പഠിക്കുന്ന രീതിയാണ് രാജുവിന് പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും ഈ രീതിയാണ് അവൻ സ്വീകരിക്കുന്നത്. അവൻ ഏതുതരം പഠിതാവാണ്? സോ 4 തരം പഠിതാക്കളുണ്ട് നമുക്കറിയാം. സോ റൈറ്റിംഗ് ഷോർട്ട് നോട്ട്സ് അലോങ് വിത്ത് സ്റ്റഡിയിങ് മേക്സ് ലേണിംഗ് ഈസി ഫോർ രാജു. ദിസ് ഈസ് സ്റ്റൈൽ ഇൻ ലേണിംഗ് ഓൾ സബ്ജക്ട്സ്. ഹി ഈസ് ഏതാണ്, ദൃശ്യ പഠിതാവാണോ, ശ്രവ്യ പഠിതാവാണോ, ലോജിക്കൽ പഠിതാവാണോ, കിനസ്തെറ്റിക് അല്ലെ കൈനസ്തെറ്റിക് പഠിതാവാണോ എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എഴുതി പഠിക്കുകയാണ് അല്ലെ, പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻസർ കിനസ്തെറ്റിക് ആണ് വരിക. ആദ്യം വരുന്നത് ദൃശ്യപഠിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വിഷ്വൽ ലേണർ ആണ്. ആ കുട്ടിക്ക് എല്ലാം കാണണം. ഓക്കെ, കണ്ടാലേ ആ കുട്ടി പഠിക്കുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ടൊന്നും ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. ഇപ്പം ചില കാര്യങ്ങളൊക്കെ കാർട്ടൂണൈസേഷൻ ചെയ്ത് കൊടുത്താൽ ആ കുട്ടിക്ക് പെട്ടെന്ന് തലയിൽ കയറും. ഓക്കെ, അത്തരം പഠിതാക്കളാണ് ദൃശ്യപഠിതാക്കൾ. അടുത്തത് ശ്രവ്യ പഠിതാവ്, അതായത് എന്താ, കേട്ടുകൊണ്ട്, ആ കുട്ടിക്ക് കാണണമെന്നില്ല, കണ്ണടച്ചിട്ട് കേട്ടാൽ ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, എന്നാൽ ലോജിക്കൽ പഠിതാവ് എന്ന് പറഞ്ഞാൽ പൊതുവെ മാത്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മനക്കണക്കായിട്ട് കൂട്ടിയിട്ട് ആൻസർ പറയുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ലോജിക്കൽ പഠിതാവിൽ വരിക. ദെൻ കിനസ്തെറ്റിക് അല്ലെങ്കിൽ കൈനസ്തെറ്റിക്, എന്താണ്, പ്രവർത്തിച്ചു കൊണ്ട് പഠിക്കുന്ന കുട്ടി. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ ആൾ എന്താണ്, ഷോർട്ട് നോട്ട്സ് എഴുതിക്കൊണ്ടാണ് പഠിക്കുന്നത് അല്ലേ, അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പം അത്തരത്തിൽ നമ്മുടെ രാജു വരുന്നത് കിനസ്തെറ്റിക് പഠിതാവിലാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ യുക്തിചിന്ത രൂപപ്പെടുന്ന ഘട്ടത്തിൻ്റെ പേരെന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ശൈശവം, ഓപ്ഷൻ ബി ആദ്യബാലം, ഓപ്ഷൻ സി അന്ത്യബാലം, ഓപ്ഷൻ ഡി കൗമാരം. സോ നമുക്കറിയാം കൗമാരപ്രായത്തിലാണ് രൂപപ്പെടുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് വികാസഘട്ട സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സോ ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേജ് തിയറി അല്ലേ. സ്റ്റേജ് തിയറി ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ യങ് പിയാഷെ, ഓപ്ഷൻ ബി ലെവ് വൈഗോഡ്സ്കി, ഓപ്ഷൻ സി ഡേവിഡ് ഓസ്ബെൽ, ഓപ്ഷൻ ഡി ആൽബർട്ട് ബന്ദൂര. നമുക്കറിയാം നമ്മുടെ പിയാഷെ കൊണ്ടുവന്നിട്ടുള്ളതാണ് സ്റ്റേജ് തിയറി. അടുത്തത്, താഴെ പറയുന്നത് ഏത് സിദ്ധാന്തമാണ് പേടി ജനിപ്പിക്കാനും അത് ഇല്ലാതാക്കാനും ഉപയോഗിക്കുന്നത്? For acquiring and overcoming fear response, which of the following theories can be applied? Okay, so option A classical conditioning, option B operant conditioning, option C പ്രത്യക്ഷണ ഘടന രൂപീകരണം, ഓപ്ഷൻ ഡി എക്സ്റ്റിൻഷ്യൽ നിയമം.
അല്ലേ? നമുക്കറിയാം ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴിയാണ് നമുക്ക് ഒരു പേടി ഉണ്ടാക്കാനും അത് ഒഴിവാക്കാനും സഹായിക്കുക. അടുത്തത്, വിവര സംസ്കരണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് തിയറി വാസ് പോസ്റ്റുലേറ്റഡ് ബൈ ജെറോം എസ് ബ്രൂണർ. ഓപ്ഷൻ ബി റോബർട്ട് സ്റ്റേൺബർഗ്. ഓപ്ഷൻ സി E.L. തോണ്ടേക്ക്. ഓപ്ഷൻ ഡി ഹവാർഡ് ഗാർഡനർ. ഓക്കെ, സോ ആൻസർ വരുന്നത് ആരാണ്? റോബർട്ട് സ്റ്റേൺബർഗ്. ഇതും എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് തിയറി വായിച്ചാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് കരസ്ഥമാക്കാം. ഓക്കെ, സോ അടുത്തത്, ഗാഗ്നെയുടെ പഠന ശ്രേണി അനുസരിച്ചുള്ള 4 പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. സോ 1 ചെയിനിങ്, 2 പ്രശ്ന പരിഹരണം, 3 SR പഠനം, 4 ആശയങ്ങൾ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഇതിനെ യഥാർത്ഥ ശരിയായ ക്രമം രേഖപ്പെടുത്തുക. ഓക്കെ, ഏതാണ് ശരിയായ ക്രമം എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം ആരുടെ ഹൈറാർക്കി അറിഞ്ഞിരിക്കണം അല്ലേ? സോ ആദ്യം നമുക്കറിയാം ഗാഗ്നെയുടെ സിഗ്നൽ ലേണിംഗ് ആണ് വരുന്നത്. കുട്ടി ആംഗ്യ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കാര്യം അമ്മയോട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ഒപ്പം ഉള്ളവരോട് പറയാം അല്ലേ? അത് വേണമെങ്കിൽ അത് ചൂണ്ടും, അങ്ങനെ അത്തരത്തിൽ കരയുക, കാലിട്ടടിക്കുക, അത്തരത്തിൽ സിഗ്നൽ ലേണിംഗ് ആണ് വരുന്നത്. ദെൻ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് അല്ലെങ്കിൽ SR ലേണിംഗ് നമ്മൾ പറയും. പിന്നെ വരുന്നത് അതിനെ ചെയിൻ ആക്കിയിട്ട് കുട്ടിയുടെ മൈൻഡിൽ ഇങ്ങനെ പഠിക്കും. ഇത് വേർബൽ അസോസിയേഷൻ ആക്കും, ഭാഷയായിട്ട് ബന്ധിപ്പിക്കും. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, അത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ കുട്ടി മനസ്സിലാക്കും. കോൺസെപ്റ്റ് ലേണിംഗ്, അത് ആശയം കുട്ടി രൂപീകരിക്കും. ദെൻ റൂൾ ലേണിംഗ്, ആശയം എത്തരത്തിലാണ് രൂപീകരിക്കേണ്ടത്? എല്ലാ ആശയങ്ങളും കൂടി ഒരു സ്ഥലത്താണോ? അല്ല, അതത് ആശയങ്ങൾ അതത് സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചിട്ട് കുട്ടി പഠിക്കും. ലാസ്റ്റ് പ്രോബ്ലം സോൾവിങ്, കുട്ടിക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വരുമ്പം ഇതുവരെ കുട്ടി പഠിച്ചതും അനുഭവങ്ങളിലൂടെയൊക്കെ കുട്ടി പ്രോബ്ലം സോൾവ് ചെയ്യും. സോ നമുക്ക് നോക്കിയാൽ അറിയാം, ഫസ്റ്റ് SR റെസ്പോൺസ് ആണ്, ദെൻ ചെയിനിങ് വരും, അതുപോലെ മൂന്നാമത് കോൺസെപ്റ്റ് ഉണ്ടാക്കും, നാലാമത് പ്രോബ്ലം സോൾവിങ്ങും ചെയ്യും അല്ലേ? നമുക്ക് ഈ 4 ഓപ്ഷനാണ്, ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക 3, 1, 4, 2 അല്ലേ? ഓപ്ഷൻസ് ഒന്നുകൂടി കാണണോ? ഓക്കെ, 3, 1, 4, 2. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഠനത്തിൽ പിന്നാക്കമായവർക്ക് അനുയോജ്യമായ രീതി ഏതാണ്? So which among the following is the most suitable strategy that suit the need of the low learners? Okay, അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകുക. ഓപ്ഷൻ ബി, പ്രയാസമേറിയ പ്രവർത്തനങ്ങൾ നൽകി അവരെ അതുമായി പൊരുത്തപ്പെടുത്തുക. ഏകാഗ്രതയും കൂടുതൽ പരിശ്രമവും ആവശ്യമായ പ്രവർത്തനങ്ങൾ നൽകുക. ഓപ്ഷൻ ഡി, കൂടുതൽ ഗൃഹപാഠങ്ങൾ നൽകുക. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഓപ്ഷൻ എ ആണ്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ. അവർ സ്ലോ ലേണേഴ്സ് ആണ്, ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ എത്തൂല. എത്ര കാഠിന്യമേറിയ ക്വസ്റ്റ്യൻ കൊടുത്താലും ഇവർക്ക് എന്ത് ചെയ്യണം? കുറേ ടൈം എടുക്കും. സോ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കൊടുക്കാം. അതിലപ്പോൾ എന്ത് ചെയ്യും? ഇവർ മുന്നേറും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന മനഃശാസ്ത്ര വിദഗ്ധരിൽ ആരാണ് നിരീക്ഷണ പഠനത്തിന് ഊന്നൽ നൽകിയത്? സോ ഒബ്സർവേഷണൽ ലേണിങ്ങിനെ എംഫസൈസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ, ജെറോം എസ് ബ്രൂണർ. ഓപ്ഷൻ ബി, ലെവ് വൈഗോട്സ്കി. ഓപ്ഷൻ സി, ആൽബർട്ട് ബന്ദൂര. ഓപ്ഷൻ ഡി, ഡാനിയൽ ഗോൾമാൻ. നമുക്കറിയാം കറക്റ്റ് ആൻസർ ആൽബർട്ട് ബന്ദൂര അല്ലെ? നിരീക്ഷണ പഠന സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ്. അപ്പൊ ബന്ദൂര പറയുന്നത് എന്താണ്? എല്ലാം അനുകരണത്തിലൂടെയാണ് കുട്ടി പഠിക്കുന്നത്. അമ്മ എന്താണോ ചെയ്യുന്നത് അത് കണ്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് കുട്ടി പഠിക്കുന്നത് എന്നാണ് നമ്മുടെ ആൽബർട്ട് ബന്ദൂര പറയുന്നത്. നമുക്കറിയാം ഒരു ഏജ് എത്തുമ്പം അമ്മ അലക്കാൻ വസ്ത്രം എടുത്തു കൊണ്ടുപോകുന്നത് പോലെ കുട്ടി എന്ത് ചെയ്യും? നിലത്തുള്ള വസ്ത്രമൊക്കെ എടുത്തു കൊണ്ടുപോകും. അതുപോലെ കുട്ടികൾക്ക് പാല് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, കുളിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നത് അനുകരിക്കാം. സോ ആൽബർട്ട് ബന്ദൂര അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഈ തിയറിയിലെ സ്റ്റെപ്പുകളിൽ വരുന്നതാണ് ഒന്ന് മോഡൽ വേണം. ഓക്കെ, നമുക്ക് അനുകരിക്കാനും വേണ്ടിയിട്ട് ഒരു മോഡൽ വേണം. ഇപ്പം നമ്മുടെ റോൾ മോഡൽ നമ്മൾ സാധാരണ പറയും, ഇപ്പം എൻ്റെ കേസ് എൻ്റെ ഉമ്മയാണ്, അങ്ങനെ നമ്മൾ പറയും. ഇനി ഈ റോൾ മോഡലിന് എന്ത് ചെയ്യും? നമ്മൾ നന്നായിട്ട് ശ്രദ്ധ കൊടുത്തിട്ട് ശ്രദ്ധിക്കും, അറ്റൻഷൻ ചെയ്യും. അപ്പോൾ ആദ്യത്തത് മോഡലാണ്, രണ്ടാമത്തത് അറ്റൻഷനാണ്. ഈ അറ്റൻഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ റിട്ടൻഷൻ ചെയ്യും. റിട്ടൻഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കും.
അല്ലേ? ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ മോഡൽ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കും, നമ്മുടെ മെമ്മറിയിൽ കയറ്റി വെക്കും. ദെൻ മോട്ടോർ റീപ്രൊഡക്ഷൻ, അത് നമ്മൾ എന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും. നമ്മുടെ മോട്ടോറുകൾ വഴി അല്ലെങ്കിൽ നമ്മുടെ ശരീരഘടന വഴി നമ്മൾ അതെന്ത് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് 4 ഘടകങ്ങൾ കേട്ടോ. ആൽബർട്ട് ബന്ദുരയുടെ നിരീക്ഷണ പഠനത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് അറിയപ്പെടുന്നത് എന്താണ്? ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്നാണ്. ഓക്കെ, ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്നാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് അറിയപ്പെടുന്നത് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിലൊക്കെ നമ്മുടെ ആൽബർട്ട് ബന്ദുരയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഇത്തരത്തിൽ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ് ബ്രൂണർ. ബ്രൂണറുടേത് എത്രയോ തവണ ചോദിച്ചു വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. സോ ബ്രൂണർ ചെയ്തിട്ടുള്ളതാണ് ഒന്ന് ചാക്രിക ആരോഹണ രീതി. നമ്മുടെ സിലബസും ടെക്സ്റ്റ് ബുക്കും കരിക്കുലം ഒക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന രീതി, സ്പൈറലിംഗ് മെത്തേഡ്. അതായത് നമുക്കറിയാം സ്പൈറലുകൾ ഇങ്ങനെയല്ലേ കിടക്കാറ്, അതുതന്നെയാണ് ബ്രൂണറും പറഞ്ഞത്. കുഞ്ഞു കുഞ്ഞു ആശയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കുട്ടിയിൽ വലിയ ആശയങ്ങൾ ഉണ്ടാക്കണം. ഒന്നുമില്ല, 4ാം ക്ലാസ്സിൽ വരുന്ന കുട്ടിക്ക് പ്ലാന്റ്സിന്റെ പാർട്ടുകൾ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നു. ഇല, തണ്ട്, വേര്, പൂവ്, കായ്, അങ്ങനെ പഠിപ്പിച്ചു നടക്കുന്നു. പിന്നെ അടുത്ത ക്ലാസ്സിലോട്ട് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇലനെ കുറിച്ചിട്ട് തന്നെ അതിലെ ശിലാവിന്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് മാത്രം എടുത്തു അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇത്തരത്തിലുള്ളതാണ് സ്പൈറലിംഗ് മെത്തേഡ് അല്ലേ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചിട്ട് അതിന്ന് വലിയ വലിയ കാര്യത്തിലോട്ട് പോകാം. ദെൻ വിവര സംസ്കരണ സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് തിയറി. നമ്മളൊന്നുമില്ല, എന്താണ്, വിവരത്തെ സംസ്കരിക്കുക, കുട്ടി തന്നെ കണ്ടെത്തി പഠിക്കുക എന്നുള്ളൊക്കെ ഒരു സംഭവമാണ് ഇതിൽ വരുന്നത്. ദെൻ കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ്. അതും എന്താണ്, ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. ഡിസ്കവറി ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അവിടെ ഗവേഷകനായി ഇറങ്ങിക്കൊണ്ട് കുട്ടി തന്നെ ഒരു കാര്യത്തെ തന്നെ പരിഹാരം കണ്ടെത്തി വരിക. ഓക്കെ, അവിടെ ഒരു എന്താണ് കൈത്താങ് മാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ താങ് മാത്രം അധ്യാപകർ നൽകിയാൽ മതി. അതാണ് കണ്ടെത്തൽ പഠനത്തിൽ വരുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഓർമ്മയുടെ തന്ത്രമല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്ട്രാറ്റജി ഫോർ മെമ്മറി? സോ ഓപ്ഷൻ എ നിമോണിക് തന്ത്രം, ഓപ്ഷൻ ബി ദൃശ്യവൽകൃത പഠനം, ഓപ്ഷൻ സി പദസഹചരണം, ഓപ്ഷൻ ഡി അധിക പഠനം. ഓക്കെ, സോ കറക്റ്റ് ആൻസർ പദസഹചരണമാണ് വരിക. നിമോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാതും പെടും. ഇപ്പം മെത്തേഡ് ഓഫ് ലോക്കൈ, അതായത് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ വിബ്ജിയോർ എന്നുണ്ടല്ലോ, നമ്മൾ മഴവില്ലുള്ള കളറുകൾ പഠിക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു ഫസ്റ്റ് ലെറ്ററുകൾ വെച്ചിട്ടൊരു കോഡ് ഉണ്ടാക്കുമല്ലോ, ഇത്തരത്തിലുള്ളതൊക്കെ വരുന്നതാണ് നിമോണിക്സിൽ വരും. ദൃശ്യവൽകൃത പഠനം, നമ്മൾ ഓർമ്മയിൽ നിലനിൽക്കാൻ, നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിലെ ഓരോ സീനുകളിലും അവരെന്താ ഡ്രസ്സ് ഇട്ടത് എന്ന് വരെ ചിലപ്പോൾ നമ്മൾക്ക് ഓർമ്മയുണ്ടാകും. അതാണ് ദൃശ്യവൽകൃത പഠനം. അത് നമ്മുടെ മെമ്മറിയിൽ കാര്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് സഹായിക്കും. ദെൻ അധിക പഠനം, ഓവർ ലേണിംഗ്. നമ്മൾ കൂടുതൽ വായിക്കുന്നതിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറി കൂടത്തേ ഉള്ളൂ അല്ലേ, ഓർമ്മ നിലനിൽക്കത്തേ ഉള്ളൂ. പദസഹചരണം, വേർഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നിക്കോ തന്ത്രമോ ഒന്നും നമ്മൾ പഠിക്കാനില്ല. പദസഹചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അല്ലാണ്ട് പദസഹചരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമില്ല. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വരുന്നത് പദസഹചരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗസ്റ്റാൾട്ട് അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് സൈക്കോളജിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഗസ്റ്റാൾട്ട് സൈക്കോളജി? സോ ഓപ്ഷൻ എ, ചോദ്യങ്ങളും പ്രതികരണങ്ങളും തമ്മിലുള്ള ബന്ധനത്തിന്റെ ഫലമാണ് പഠനം. ലേണിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് ബോണ്ടിങ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. അല്ല. ഓപ്ഷൻ ബി, ഇത് അർത്ഥവത്തായ വാച്യ പഠനത്തിന് ഊന്നൽ നൽകുന്നു. മീനിങ് വെർബൽ ലേണിംഗ് ഈസ് എംഫസൈസ്ഡ്. അതുമല്ല. അടുത്തത്, പരിപക്വനത്തിന്റെ ഫലമാണ് പഠനം. അതുമല്ല. ഓപ്ഷൻ ഡി, ഇത് ഉൾക്കാഴ്ച പഠനത്തിന് ഊന്നൽ നൽകുന്നു. അല്ലേ? ഗസ്റ്റാൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? സമഗ്രത, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അല്ലെങ്കിൽ സമഗ്രതാവാദം എന്നാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്ന് പറയും
അല്ലേ? ഇൻസൈറ്റ്. നമുക്കൊരു പ്രശ്നം വരുമ്പം മുന്നേ നമ്മുടെ അനുഭവത്തിൽ നിന്നും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അതിന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പരിഹാരം കാണുക. അതാണ് ഇൻസൈറ്റ്. നമുക്ക് ഉൾക്കാഴ്ച, നമുക്ക് പെട്ടെന്ന് ഇൻസൈറ്റ് വരിക. ഓക്കെ, അത് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് കൊഹ്ലർ കേട്ടോ. അതും ഒന്ന് ഓർമ്മിച്ചിരിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസൈറ്റ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ആരാണ്? എത്രയോ തവണ നിങ്ങളുടെ കാറ്റഗറി 4 തന്നെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. ഈ മാർച്ച് അല്ല, അതിൻ്റെ മുന്നത്തേതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സോ സമഗ്രതാ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് എന്ന് പറയുമ്പോൾ സമഗ്രത ഓർമ്മ വരണം. സമഗ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈറ്റ് ഓർമ്മ വരണം. ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊഹ്ലറിന് ഓർമ്മ വരണം. ഇത് 4 എന്ത് ചെയ്യുക, ബന്ധപ്പെടുത്തിയിട്ട് തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കുക കേട്ടോ. സോ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എംഫസൈസ്ഡ്, അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. അടുത്തത്, ഒരു കുട്ടിയെ തൻ്റെ പൊട്ടൻഷ്യൽ നിലയിലേക്ക് ഉയരുന്നതിനാവശ്യമായ പഠന പിന്തുണ നൽകി സഹായിക്കുന്ന പ്രക്രിയയാണ്. The help or assistance that is given to a learner to achieve the potential level of learning is called. So option A പ്രബലനം, ഓപ്ഷൻ ബി കൈത്താങ്, ഓപ്ഷൻ സി വികാസം, ഓപ്ഷൻ ഡി അഭിപ്രേരണ. റീഇൻഫോഴ്സ്മെൻറ്റ്, സ്കഫോൾഡിങ്, ഡെവലപ്മെൻറ്റ്, മോട്ടിവേഷൻ. സോ പഠിച്ച ഒരാൾക്കാണെങ്കിൽ അറിയാം, കുട്ടി ഉള്ള ലെവലിൽ നിന്ന് ആ കുട്ടിയെ പൊട്ടൻഷ്യൽ ലെവലിലോട്ട് എത്തിക്കാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്താണ്, കൈത്താങ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ വരാം അല്ലേ? അത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ? പൊട്ടൻഷ്യൽ ലെവലിലോട്ട് എത്തിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ കൈത്താങ് എന്ന് വരും. സോ നമുക്ക് ആ മാപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെവല്. നമ്മൾ കാൽ എന്ന് പറയും. ഈ കാലല്ല, കറണ്ട് എബിലിറ്റി ലെവൽ. ഓക്കെ, അതാണ് കാല്. ഇതുപോലെ കുട്ടിക്ക് ഒരാളുടെ സഹായത്തോടെ എത്തിച്ചേരാൻ കഴിയുന്ന ലെവല്, അതാണ് പാല്. ഓക്കെ, കുപ്പിപ്പാലല്ല, പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. അപ്പം ഇതിന് ഈ കാലിന്ന് പാലിലോട്ട് എത്താനും വേണ്ടിയിട്ട് ഒരു ടീച്ചറോ അല്ലെങ്കിൽ പാരൻസോ ഒക്കെ കൊടുക്കുന്ന ഒരു കൈത്താങ്, അതാണ് ഇവിടെ നമ്മുടെ വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ഇടയിലുള്ള, ഞാൻ എക്സ്ട്രാ പറയുകയാണ്, ഇതിൻ്റെ ഇടയിലുള്ള ഈ ഇതിനെയാണ് നമ്മൾ ZPD എന്ന് പറയും. ഓക്കെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അതായത് കാലും പാലും തമ്മിലുള്ള അന്തരം, അതിന് നമ്മൾ ZPD എന്ന് പറയും. എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു തന്നല്ലോ കേട്ടോ. ഇപ്പം ഇത്തവണ കാറ്റഗറി 1 ആണെന്ന് തോന്നുന്നു. ZPയുടെ ഫുൾ ഫോം എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരെ കൈത്താങ്. ചെറിയ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത്, രാകേഷിന് വായനാപരമായ ന്യൂനതയുണ്ട്. ഈ അവസ്ഥ പറയുന്നത്. ഓക്കെ, സോ രാകേഷ് ഈസ് ഹാവിങ് ഡിഫിക്കൽറ്റി ഇൻ റീഡിങ്. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അവരുണ്ടാക്കത്തില്ല അല്ലേ? നിങ്ങൾക്കറിയാം ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, പ്രാക്സിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ. സോ ഇവിടെ രാകേഷിന് എന്താണ്, വായനാപരമായിട്ടുള്ള വൈകല്യമാണ്. സോ ഓപ്ഷൻ എ ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ, ഓപ്ഷൻ സി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ ഡി ബുദ്ധിപരമായ വെല്ലുവിളി. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഡിസ്ലെക്സിയ. ഓക്കെ, ഇനി ഡിസ്കാൽക്കുലിയ പേര് തന്നെ ഉണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, ഗണിതപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഡിസ്കാൽക്കുലിയ. അടുത്തത് ഡിസ്ഗ്രാഫിയ. നമ്മൾ ഗ്രാഫൊക്കെ വരക്കാറല്ലേ ചെയ്യാറ്? അപ്പം എന്താ ആലോചിക്കുക, എഴുതാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ ഡിസ്ഗ്രാഫിയ. പിന്നെ ബുദ്ധിപരമായ വെല്ലുവിളി, അത് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കുട്ടിയിൽ പ്രകടമായിരിക്കുന്നത് എന്താണ്? എ ചൈൽഡ് ഹൂ ഈസ് പ്രൊഫിഷ്യൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമോഷൻസ് ഓഫ് ഹിംസെൽഫ് ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ് ഈസ് ഡോമിനൻറ്റ് ഇൻ. സോ ഓപ്ഷൻ എ വൈകാരിക ബുദ്ധി, ഓപ്ഷൻ ബി വൈകാരിക സഹിഷ്ണുത, ഓപ്ഷൻ സി വൈകാരിക ആധിപത്യം, ഓപ്ഷൻ ഡി വൈകാരിക ശൂന്യത. സോ ആൻസർ ഓപ്ഷൻ എ വൈകാരിക ബുദ്ധി. നമ്മൾ വൈകാരിക ബുദ്ധിയുടെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ പറയുന്നതാണ് എന്താണ്, സ്വന്തം വികാരത്തെയും മറ്റുള്ളവരുടെ വികാരത്തെയും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വൈകാരിക ബുദ്ധി. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ ഏതാണ് കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തെ? ഓക്കെ, സോഷ്യലൈസേഷനെ എഫക്റ്റ് ചെയ്യാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ കുടുംബം എഫക്റ്റ് ചെയ്യോ? എഫക്റ്റ് ചെയ്യും അല്ലേ? ഓപ്ഷൻ ബി സഹപാഠികൾ,
പിയർ ഗ്രൂപ്പ് എഫക്റ്റ് ചെയ്യും. ഓപ്ഷൻ സി വിദ്യാലയം എഫക്റ്റ് ചെയ്യും. ആൻഡ് ഓപ്ഷൻ ഡി താല്പര്യം. അതൊരു ഇൻഡിവിജ്വൽ സംഭവമാണ്, അത് സാമൂഹ്യവൽക്കരണത്തിൽ പെടില്ല. ഈ 3 സംഭവങ്ങളാണ് എന്ത് ചെയ്യുക, ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിൽ പെടാം. സോ നമ്മളോട് പെടാത്തതാണ് ചോദിച്ചത്, അതുകൊണ്ട് താല്പര്യമാണ് കറക്റ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ, വികാസവും പഠനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സോ അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യന്. കറക്റ്റ് ഏതൊക്കെയാണ്, തെറ്റ് ഏതാണെന്നൊക്കെ ഉള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഒന്ന്, വികാസം പഠനത്തിനപേക്ഷണീയമാണ്. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് എ പ്രീ റിക്വസ്റ്റിക് ഫോർ ലേണിംഗ്. രണ്ടാമത്തേത്, വികാസവും പഠനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സോ നമുക്കറിയാം, വികാസ തത്വങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ വികാസവും പഠനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണെന്ന് എല്ലാവർക്കും, അതായത് അത്തരക്കാർക്ക് അറിയാം. ഓക്കെ, ദെൻ ആദ്യത്തത്, വികാസം പഠനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അതായത് ഒരാൾ വികസിക്കണമെങ്കിൽ, ഒരാളുടെ വികാസം നടക്കണമെങ്കിൽ അയാളിൽ പഠനം നടക്കണം. ഓക്കെ, അതല്ലേ ഇതിൻ്റെ അർത്ഥം, പ്രീ റിക്വസ്റ്റിക് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരാളുടെ വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ ഒരാളുടെ നോളേജ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളൊരു വീട്ടിൽ കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അയാൾ എന്ത് ചെയ്യണം, ബുക്കുകൾ എടുത്ത് വായിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നെറ്റിസൺസ് ആണല്ലോ, നമ്മളിപ്പോൾ നെറ്റ് യൂസ് ചെയ്യുന്ന നെറ്റിസൺസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഫോൺ എടുത്ത് നോക്കണം. അത്തരത്തിൽ നോക്കും അദ്ദേഹം പഠിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഏതാണ് വികാസം നടക്കത്തുള്ളൂ. സോ ഇവിടെ ആൻസർ വരെ ഏതാണ്, 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ ആൻസർ വരിക. സോ അടുത്തത് ഏതാണ്, മാച്ച് ദ ഫോളോയിങ് ആണ്. ജീവിത നൈപുണി, ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, ഭിന്നശേഷിക്കാർ, കൗൺസിലിംഗ്. ഇവിടെ എന്തുണ്ട്, റിഫ്ലക്റ്റീവ് ഉണ്ട്, അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ ഉണ്ട്, തീരുമാനമെടുക്കലുണ്ട്, നോൺ ഡിഡക്റ്റീവ് ഉണ്ട്. സോ ഓക്കെ, ലൈഫ് സ്കിൽ ഉണ്ട്, മെറ്റാകോഗ്നിഷൻ ഉണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. ഈ സൈഡിൽ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ഉണ്ട്, അസിസ്റ്റീവ് ടെക്നോളജി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, നോൺ ഡിഡക്റ്റീവ് ഉണ്ട്. സോ നമുക്കറിയാം ഇത്തരത്തിലാണ് വരിക. ഇത് ആദ്യം ഓപ്ഷൻസ് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ എങ്ങനെയാണ്, 1B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1B ആണോ, അത്തരത്തിലാണ് കേട്ടോ. അതും നിങ്ങൾ പ്രത്യേകം നോക്കണം ആൻസർ ചെയ്യുമ്പോൾ. സോ നമുക്ക് നോക്കാം. ആദ്യത്തത് ജീവിത നൈപുണി. നമുക്കറിയാം WHO മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു 10 ജീവിത നൈപുണികളുണ്ട്. ഡിസിഷൻ മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ വരുന്നത്, അപ്പോൾ നമുക്ക് തീരുമാനമെടുക്കൽ ഇങ്ങോട്ടേക്കാണെന്നുള്ളത് കിട്ടും. പിന്നെ വരുന്നത് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്റീവിൽ വരുന്നതാണ്. ദെൻ ഭിന്നശേഷിക്കാർക്ക് ഇപ്പോൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ. അവരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട്, അവരെ സഹായിച്ചുകൊണ്ട് ഉള്ള സാങ്കേതിക വിദ്യകൾ. ദെൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഡിഡക്റ്റീവ് മെത്തേഡാണ്. ഓക്കെ, സോ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത് നോക്കാം. 1C ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം, ടൈം കളയാണ്ട്. ഇവിടെ 1C ആയിട്ട് വേറെ ഏതും ഇല്ലല്ലോ. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 2A ആണ്, 3B ആണ്, 4D ആണ്. ഓക്കെ, അടുത്തത്, പാഠ്യപ്രവർത്തനങ്ങൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്യാനും അതുവഴി സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ മെച്ചമാക്കാനും അർജുൻ താല്പര്യം കാണിക്കുന്നു. അവനിൽ പ്രകടമായിരിക്കുന്ന കഴിവ് ഏതാണ്? So Arjun is interested in discussing academic matters with his friends and perform well in school activities. What is the dominant ability inherent in him? So option A ഏതാണ്? ഉയർന്ന IQ. ഓപ്ഷൻ ബി വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഓപ്ഷൻ സി ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഓപ്ഷൻ സി സമപ്രായക്കാരുടെ സ്വാധീനം. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, നമ്മുടെ അർജുനിലെ പാഠപ്രവർത്തനങ്ങൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്യാനും അതുവഴി സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ മെച്ചമാക്കാനും അർജുൻ താല്പര്യം കാണിക്കുന്നു. അതായത് അവന് സ്വന്തം കാര്യത്തിൽ ഒതുങ്ങി നിൽക്കല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ, അതായത് മറ്റുള്ളവരുമായി കൂടി ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ എന്ത് ചെയ്യും, വിവിധ പ്രകടനങ്ങൾ മെച്ചമാക്കുകയും ചെയ്യും. സോ അതിൽ വരുന്നതാണ് നമ്മുടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. മറ്റുള്ളവരുമായിട്ട് അവരോടൊരു അനുകമ്പ, സഹാനുഭൂതി, ഇത്തരത്തിൽ മറ്റുള്ളവരുമായിട്ട് എൻഗേജ് ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാവുന്നതാണ്
ഇന്റർപേഴ്സണൽ. നേരെ മറിച്ച് ഇൻട്രാപേഴ്സണൽ ആണെങ്കിലോ ആന്തരികം. ഞാൻ എന്താവണം, ഞാൻ എവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ എന്നെ എങ്ങനെയാണ് ആൾക്കാർ ഓർമ്മിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. ഓക്കെ, സോ ഇത് വരുന്നത് നമ്മുടെ ഹവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധികളിൽ വരുന്നതാണ്. സോ ആ ബുദ്ധികളാണ്: 1 ഭാഷാപരമായ ബുദ്ധി, 2 ദൃശ്യസ്ഥലപര ബുദ്ധി, 3 യുക്തിചിന്തനം, 4 കായിക അല്ലെങ്കിൽ ചാലക ബുദ്ധിശക്തി, 5 സംഗീതാത്മക അല്ലെങ്കിൽ താളാത്മകം, 6 വ്യക്തി പാരസ്പര്യം, നമ്മളിപ്പോൾ പറഞ്ഞ ഇന്റർപേഴ്സണൽ, ദെൻ 7 ആത്മദർശനം അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ, 8 അസ്തിത്വപരമായ ബുദ്ധി, 9 പ്രകൃതി ബന്ധിതമായ ബുദ്ധി. ഓക്കെ, ഇതാണ് ഹവാർഡ് ഗാർഡനറുടെ ബുദ്ധിയിൽ വരുന്നത്. ഇനി അടുത്തത്, സ്വന്തം കൂട്ടുകാരുടെ വിജയങ്ങളെ ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഉപയോഗിക്കപ്പെടുന്ന സമായോജന തന്ത്രം. ഓക്കെ, സോ സ്റ്റുഡൻറ് സെലിബ്രേറ്റ്സ് ദ വിക്ടറി ഓഫ് ഹിസ് ഓർ ഹെർ ടീം members and find satisfaction is using the defense mechanism. ഡിഫൻസ് മെക്കാനിസത്തിന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. സോ സ്വന്തം കൂട്ടുകാരുടെ വിജയത്തിൽ സാറ്റിസ്ഫാക്ഷൻ കാണാം. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കാം. 1 പ്രക്ഷേപണം, 2 യുക്തീകരണം, 3 നഷ്ടപരിഹാരം, 4 തദാത്മീകരണം. സോ കറക്റ്റ് ആൻസർ വരുന്നത് തദാത്മീകരണമാണ്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പ്രക്ഷേപണം. പ്രക്ഷേപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം കുറ്റവിമുക്തനാവാൻ മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളെ കുറ്റം പറയുക മാർക്ക് കുറഞ്ഞാൽ. ഓക്കെ, അതാണ് പ്രക്ഷേപണം. അപ്പം അതാണോ ഇവിടെ? അല്ല. രണ്ടാമത്തത് യുക്തീകരണം. കുറ്റത്തെ ലഘൂകരിക്കാൻ വേണ്ടി ന്യായീകരിക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക. ഇതിൽ തന്നെയുണ്ട്. അപ്പം അതുമല്ല, കുറ്റത്തെ ലഘൂകരിക്കാനും വേണ്ടിയിട്ടല്ല. അടുത്തത് നഷ്ടപരിഹാരം അല്ലെങ്കിൽ അനുപൂരണം. അതായത് മാനസികമായ ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനായി മറ്റൊരു മേഖലയിലോട്ട് മാറുക. അതായത് പഠനത്തിന് പിന്നോക്കം നിൽക്കുന്ന കുട്ടി സ്പോർട്സ് മേഖലകളിൽ നല്ലോണം മുന്നോട്ട് നിൽക്കുക. ഓക്കെ, അതാണ് നഷ്ടപരിഹാരം അല്ലെങ്കിൽ അനുപൂരണം. ഒരു മേഖലയിൽ വീക്കാണെങ്കിൽ വേറൊരു മേഖലയിൽ മെച്ചപ്പെട്ട് നിൽക്കുക. ഓക്കെ, എന്നാൽ ലാസ്റ്റത്തത് തദാത്മീകരണം. കളിയിൽ താല്പര്യമില്ലാത്ത കുട്ടി കായിക അധ്യാപകനുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടാം. കുട്ടിക്ക് താല്പര്യമല്ല, പക്ഷെ വേറൊരു രീതിയിൽ എന്ത് ചെയ്യുക, അതിലൊരു സംതൃപ്തി കണ്ടെത്തുക. അതല്ലേ ഇപ്പോൾ ഇവിടെ കുട്ടി ചെയ്യുന്നത്. കുട്ടിക്ക് കളിയിലൊന്നും താല്പര്യമില്ല, പക്ഷെ കായികാധ്യാപകരുമായിട്ട് ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് തദാത്മീകരണം എന്നുള്ള ആൻസർ കറക്റ്റായിട്ട് വന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ശാസ്ത്ര വിഷയങ്ങളിലെ ഫോർമുലകളും സമവാക്യങ്ങളും വിശകലനം ചെയ്യുന്നതിന് രേണു വളരെ ബുദ്ധിമുട്ടുന്നു. മനഃശാസ്ത്രപരമായി അവൾക്കുള്ള ന്യൂനത ഏതാണ്? So Renu finds it difficult to analyze equations and formulae in science subjects. Psychologically, she is lacking. So option A, വസ്തുസ്ഥിരത, ഒബ്ജക്റ്റ് പെർമനൻസ്. വസ്തുസ്ഥിരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം. ആബ്സെൻസ് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ചെറിയ മക്കളെ കയ്യിലൊരു പെന്നുണ്ടായിരുന്നു എന്നിട്ട് അത് ബാക്കിലോട്ട് വെച്ച് പോയി എന്ന് പറയുമ്പോൾ കുട്ടികൾ അത് പോയി എന്ന് മനസ്സിലാക്കുന്നത്. സോ അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഓക്കെ, ദെൻ കൺസർവേറ്റിസം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം ഫിക്സ് ആയി പോകുന്ന ആ സംഭവത്തെയൊക്കെയാണ് കൺസർവേറ്റിസം എന്ന് പറയാം. ഓക്കെ, മെറ്റാകോഗ്നിഷൻ എന്നുള്ളതൊക്കെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. അതൊന്നും അത്ര ഡീപ്പായിട്ട് നമുക്ക് നോക്കേണ്ട. അടുത്തത് യുക്തിചിന്ത അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം അതിനെന്ത് ചെയ്യുക, ലോജിക്കായിട്ടൊരു നമ്മൾ വളരെ ആലോചിച്ച് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനൊക്കെയാണ് നമ്മൾ യുക്തിചിന്ത അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയാം. ദെൻ റിവേഴ്സിബിൾ ചിന്ത, തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവ്. ഓക്കെ, അതാണ് റിവേഴ്സിബിൾ ചിന്ത. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ്? റിവേഴ്സിബിൾ ചിന്തയാണ്. അതായത് കുട്ടിക്ക് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതെന്താ ചെയ്യാൻ കഴിയില്ല, മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ല. ഓക്കെ, അതാണ് റിവേഴ്സിബിൾ തിങ്കിങ്ങിൽ വരുന്നത്. സോ അടുത്തത്, സിദ്ധാന്തങ്ങളും അവയുടെ പ്രായോഗികതയും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും അവസരമൊരുക്കുന്ന പഠന അധ്യാപന സാഹചര്യം പ്രാവർത്തികമാക്കുന്നതിനെ പറയുന്നത്. സോ സിദ്ധാന്തങ്ങളും അവയുടെ പ്രായോഗികതയും, ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസും കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവ തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും അവസരം ഒരുക്കുന്നുണ്ട് അധ്യാപകന്.
So an educational and pedagogical environment that provides the opportunity to question and analyze the relationship between theory and practice is known as. സോ ഓപ്ഷൻ എ വിമർശനാത്മക ബോധനശാസ്ത്രം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പെഡഗോജി. ഓപ്ഷൻ ബി പുനർനിർമ്മിതി ബോധനശാസ്ത്രം അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷണലിസ്റ്റ് പെഡഗോജി. ഓപ്ഷൻ സി സർഗാത്മക ബോധനശാസ്ത്രം ക്രിയേറ്റീവ് പെഡഗോജി. ഓപ്ഷൻ ഡി നിർമ്മിതവാദ ബോധനശാസ്ത്രം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവിസ്റ്റ് പെഡഗോജി. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക വിമർശനാത്മക ബോധനശാസ്ത്രമാണ്. ഓക്കെ, അതായത് ടൈപ്സ് ഓഫ് പെഡഗോജി എന്നുള്ള ഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ. അതൊക്കെ ബാക്കിയൊക്കെ നമുക്ക് പേരിന് തന്നെ കിട്ടുന്നതാണ്. ഏതാണ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു പെഡഗോജി തയ്യാറാക്കുന്നതിന് നമ്മൾ ക്രിയേറ്റീവ് പെഡഗോജി എന്ന് പറയും. ഓക്കെ, ദെൻ പുനർനിർമ്മിതി ബോധനശാസ്ത്രം റീകൺസ്ട്രക്റ്റീവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൺസ്ട്രക്റ്റീവിസ്റ്റ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. കൺസ്ട്രക്റ്റീവിസ്റ്റ് പെഡഗോജി, അതായത് അധ്യാപകർ കുട്ടികളുടെ മുന്നറിവും അതുപോലെ കുട്ടികൾക്കുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിലൂടെ ഒരാശയത്തെ രൂപീകരിക്കുക. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്തെടുക്കുക, അതാണ് കൺസ്ട്രക്റ്റീവിസ്റ്റ് പെഡഗോജി. ഓക്കെ, അതിനെ നേരെ ഓപ്പോസിറ്റാണ് റീകൺസ്ട്രക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് പെഡഗോജി ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടൈപ്സ് ഓഫ് പെഡഗോജി കേട്ടോ. വേറെ കാറ്റഗറിയിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളുടെ വ്യക്തിത്വം വിലയിരുത്തുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ഉപകരണം ഏത്? പേഴ്സണാലിറ്റി നോക്കാനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൂൾ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ പേഴ്സണാലിറ്റി ഓഫ് സ്റ്റുഡൻറ്? സോ ഓപ്ഷൻസ് നോക്കാം. വാക്യപൂരണ ശോധകം, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ആണോ? കുട്ടിയുടെ പേഴ്സണാലിറ്റി നോക്കാനാണ്. സോ സെൻറ്റൻസിന് എന്താണ് ആവശ്യമില്ല. ഇൻവെൻറ്ററി, ദെൻ സി നിരീക്ഷണം, ഡി ചെക്ക് ലിസ്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? നമുക്കറിയാം ഇൻവെൻറ്ററി മെത്തേഡാണ്. ഓക്കെ, പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻവെൻറ്ററി. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരു വൈജ്ഞാനിക നൈപുണി ഏതാണ്? അതായത് ഏതാണ് കൊഗ്നിറ്റീവ് സ്കില്ലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, വിജ്ഞാനം വെച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വൈകാരിക ബുദ്ധി, ഓപ്ഷൻ ബി പ്രശ്ന പരിഹരണം, ഓപ്ഷൻ സി സംഘർഷവുമായി പൊരുത്തപ്പെടൽ, ഓപ്ഷൻ ഡി സഹാനുഭൂതി. നമുക്കറിയാം ഓപ്ഷൻ ബി പ്രശ്ന പരിഹരണം അല്ലേ. നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ആണ് നമ്മുടെ കൊഗ്നിറ്റീവ് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്ന പരിഹരണമാണ്. സോ ഇതാണ് നമുക്ക് ഇത്തവണ മാർച്ച് 2023 കാറ്റഗറി 4 എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാം എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാർ അപ്ലിക്കേഷണൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ കാറ്റഗറിയിലും ഇത്തവണ എല്ലാ കാറ്റഗറിയൊന്നും പൊതുവെ കുറവാണ്. സോ ഇത്തരത്തിലാണ് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.